ഈ എവിടെ? ഇവിടെ കുറച്ച് പണിയാണ്. ഇവിടെ കുറച്ച് പണിയിലാണ് കേട്ടോ. ഇതൊക്കെ എവിടുന്നാ കൊണ്ടുവരുന്നേ? ഇത് കൊണ്ടുവരല്ല, ഇതൊക്കെ എൻ്റെ അടുത്തുള്ള സാരിയാണ്. ഇതൊക്കെ ഈ സാരി എങ്ങനെ കിട്ടി, ആരൊക്കെ തന്നു പറഞ്ഞുതരാം കേട്ടോ. ഹലോ, ഇപ്പോൾ എത്ര സാരി ചോദിക്കരുത് കേട്ടോ. ഒരു ഇതെല്ലാ വീട്ടിലെ അലമാറിൽ 2 അലമാരൊക്കെ സാരിയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് സാരി ഞാൻ പുറത്തേക്ക് വെച്ചതാണ്. ഇത് എല്ലാതും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നല്ല കേട്ടോ. കാരണം ഈ സാരി ഓരോന്നും കണ്ടാലും ഇത് ആരൊക്കെ തന്നു എന്നൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ആരുണ്ടെങ്കിൽ അവർക്കറിയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം അമ്മ ഇവിടെ കൂടെ ഇരിക്കണ്ടേ. സാരി തന്നതാ. ഈ സാരി എൻ്റെ ചേച്ചി തന്നാട്ടോ. ചേച്ചി സാരി ഉടുത്തിട്ട് പിന്നെ ഞാൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് തരും. അതായത് എൻ്റെ ചേച്ചി. ഇതോ ഈ സാരിയില്ലേ, ഈ സാരി അച്ചു, അതായത് എൻ്റെ മകൻ എനിക്ക് ആദ്യമായിട്ട് എടുത്തു തന്ന സാരിയാണ് കേട്ടോ. അവൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സാരിയാണത്, കഴിഞ്ഞ വർഷം. അപ്പോൾ ഒന്നും കളയാനും തോന്നില്ല. പിന്നെ ഈ വർഷം ഞാൻ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡാൻസിന് വാങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കൂട്ടുകാർ കണ്ടോയെന്ന് അറിയില്ല, കൂട്ടുകാരൊക്കെ. അപ്പോൾ ആ സാരിയാണ് ഇത്. ഇത് എൻ്റെ നാത്തു ബിജേട്ടൻ്റെ ചേച്ചി തന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി വീഡിയോ കാണുമ്പോൾ ചേച്ചിക്ക് അറിയില്ല ഈ സാരി. ഇത് അമ്മയുടെ സാരിയാണ് കേട്ടോ. ഇത് അമ്മയുടെ സാരി. എങ്ങനെയുണ്ട്? ഇത് അമ്മയ്ക്ക് ഇതേപോലെ അമ്മ പണിക്ക് പോകുമ്പോൾ പ്രസവം നോക്കാൻ പോകും അമ്മ. ആ പ്രസവം നോക്കാൻ പോകുമ്പോൾ അമ്മയ്ക്ക് അവർ ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ് ഇത്. ഈ സാരി വിജയൻ്റെ ചേച്ചിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഈ സാരി കല്യാണത്തിൻ്റെ ഇടയിലുള്ള ഒരു സാരി. ഇതാണ് എൻ്റെ കല്യാണ സാരി. വിജയൻ്റെ ചേച്ചിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ചേച്ചി കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ചേച്ചി സാരി. ഈ സാരി എൻ്റെ മൂന്നാമത്തെ ചേച്ചി കേട്ടോ. മൂന്നാമത്തെ ചേച്ചി വാങ്ങി തന്നല്ല, ചേച്ചി ഇവിടെ വന്നാൽ ഉടുത്തിട്ട് വെച്ചിവിടെ പോകും. അപ്പോൾ ഞാൻ ഉടുക്കും. അപ്പോൾ മൂന്നാമത്തെ ചേച്ചി, തൃശ്ശൂരുള്ള ചേച്ചി ഇവിടെ വെച്ച് പോയ സാരി ഞാൻ ഉടുക്കാറുണ്ട് കേട്ടോ. ഈ സാരി എൻ്റെ ഷോപ്പിൽ ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്നില്ലേ, അപ്പോൾ അവിടുത്തെ ഓണർ ചേച്ചി ഷീല ചേച്ചി പറയും, ഇന്നലെ ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷീല ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് ആ ഒരു കല്യാണത്തിനൊക്കെ കൊടുത്തതാണ്. അപ്പോൾ സാരി ഇങ്ങനത്തെ ഉടുക്കില്ല, നിനക്കേ പറ്റുള്ളൂ ഉടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് തന്ന സാരി. ഞാൻ ഡോക്ടർ വേഷം ചെയ്തില്ലേ, അതാണ് ഈ സാരി. ഇത് ഈ സാരി അത് ഞാൻ ഉടുത്തിട്ടുണ്ടാവും. പിന്നെ അമ്മയ്ക്ക് പണി സ്ഥലത്ത് നിന്ന് കിട്ടിയ സാരിയാണ് കേട്ടോ ഇതും. ഇത് എൻ്റെ രണ്ടാമത്തെ ചേച്ചി, തമിഴ്നാട്ടിലുള്ള പ്രേമി ചേച്ചി തന്ന സാരി. ഈ സാരി എടുത്തിട്ട് ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ നാത്തൂൻ ബിന്ദു ചേച്ചി തന്ന സാരി. ചേച്ചി ഒരുപാട് സാരി, ഏറ്റവും കൂടുതൽ എനിക്ക് സാരി തന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. ഒരിക്കലും മറക്കില്ല. ഒരുപാട് സാരി പറഞ്ഞാൽ അധികം പഴക്കമൊന്നും ഇല്ലാത്ത ഇഷ്ടം പോലെ സാരി തന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. അത് മറക്കാൻ പറ്റില്ല. ഇതെടുത്തപ്പോഴും അതാ ബിന്ദു ചേച്ചി തന്ന സാരി. ചേച്ചി ഓർമ്മ ഉണ്ടോ ഈ സാരി? എത്ര വർഷമായി? 20 കൊല്ലത്തിന് മുന്നേ ആയോ എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ ചേച്ചി സാരിയൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ.
ഇതും ചേച്ചിയുടെ മകൻ്റെ കല്യാണത്തിന് എടുത്ത സാരി. ഇത് സുജി എന്ന് പറയും കേട്ടോ. അതായത് ഏട്ടൻ്റെ നാത്തൂൻ്റെ മോളാണ് സുജി. അപ്പോൾ സുജി ഈ സാരി എനിക്ക് തന്ന ഓർമ്മ ഉണ്ടെങ്കിൽ ഇതാ നോക്കിക്കോട്ടോ. സുജി എന്നാണുള്ള പേര്. ഗിരിജേശ്വര മോളാണ് കേട്ടോ സുജി. അവരൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. ഈ സാരി ഇതേപോലെ തമിഴ്നാട് എൻ്റെ രണ്ടാമത്തെ ചേച്ചി പ്രേമ ചേച്ചി തന്ന സാരി. ഇതൊക്കെ പൊന്തി നിൽക്കുന്ന സാരിയല്ലേ, പിന്നെ എന്താ, അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഇങ്ങനത്തെ വര കൊടുക്കില്ല. അപ്പോൾ എനിക്ക് തരും. ഈ സാരി ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. കുത്താമ്പള്ളി പോയിട്ട് 550 രൂപ ഇട്ട സാരി ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇവിടെ കളറൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഉടുത്തിട്ടൊക്കെ കേട് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. ഈ സാരി എൻ്റെ നന്മ ടൈലറിങ് ഷോപ്പിലത്തെ സാരി. ഉടുത്തിട്ട് ഞാൻ ലൈവൊക്കെ ചെയ്തിട്ട് കേട്ടോ. ഈ സാരി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ഫ്രണ്ട് സാരി. ഇതുവരെ തമിഴ്നാട് ചേച്ചിയുടെ വക സാരി. ഇത് എൻ്റെ ഷോപ്പിലത്തെ സാരി, നന്മ ടൈലർ കടയിലത്തെ സാരിയാണ് കേട്ടോ. ഇത് ഞാനൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിലിട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ പ്ലെയിൻ സാരി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷോപ്പിലുണ്ടായിരുന്ന സാരിനെയാണ് അങ്ങനത്തെ 5 കളറ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആൾ കൂടിയിട്ട് കളർ ചേഞ്ചായിട്ട് എടുത്ത സാരി. അയ്യോ, ഈ സാരി ആര് തന്നു എനിക്ക് ഓർമ്മ. ഈ സാരി ബിന്ദേച്ചി തന്ന സാരി തന്നെയാണ് കേട്ടത്. പെട്ടെന്ന് ഓർമ്മയില്ല ഈ സാരി. ചേച്ചി പിന്നെ ഈ സാരി ഞാൻ സഫാസിൽ നിൽക്കുമ്പോൾ, അതായത് തുണിക്കടയിൽ നിന്നിരുന്നു. ഒരു 8-10 കൊല്ലം മുന്നേ തുണിക്കടയിൽ നിന്നപ്പോൾ അവിടുത്തെ ഉള്ള സാരിയാണ് കേട്ടോ. പണ്ടത്തെ സാരി കണ്ടില്ലേ, ഗോൾഡനൊക്കെ ആയിട്ട് പ്ലെയിനിൽ. അതേപോലെ ഈ സാരി അവിടെ തന്നെയാണ് കേട്ടോ. തുണിക്കടയിൽ നിൽക്കുമ്പോൾ 10 വർഷം മുന്നുള്ള തുണിക്കടയിൽ നിൽക്കുമ്പോഴുള്ള സാരിയാണ് ഇത്. ഉടുക്കാറില്ല, കാരണം കുറച്ച് ഡാമേജൊക്കെ ആയിട്ടുണ്ടാണ്ട് ഉടുക്കാറൊന്നുമില്ല കേട്ടോ. ഇതെൻ്റെ കുട്ടിച്ചൻ്റെ മകൻ്റെ ഭാര്യ ദർശന തന്ന സാരിയാണ് കേട്ടോ. ഇതുവരെ കുട്ടിച്ചൻ്റെ മകൾ തന്ന സാരിയാണ്. ദർശന നല്ല പുതിയ സാരി തന്ന കേട്ടോ. കണ്ടോ, ഇതാണ് എൻ്റെ സാരിയുടെ കളക്ഷൻ. ഞാൻ പിടിക്കാതെ നമ്മുടെ ആടുമുട്ടിയില്ല കേട്ടോ. ഗർഭിണിയാണോ എന്നറിയില്ല കേട്ടോ. ഡോക്ടറേക്ക് കൊണ്ടുപോകണം. ഗർഭിണിയാണോ എന്നറിയാം. വയറൊക്കെ വീർത്തിട്ടുണ്ട്.